ഹായ് ഫ്രണ്ട്സ്, ഹായ് ബബ്ലൂസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് മത്തായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. എന്ത് പറ്റി ബബ്ലൂസ് മത്തടിക്കാൻ? കുറെ ദിവസം കൂടി ഇന്നല്ലേ നമ്മള് കേരള ഫുഡ് കഴിക്കുന്നത്. ബബ്ലൂസ് തട്ടി അവിടുന്ന്. പിന്നെ അല്ലാതെ എനിക്കാണ് 1-2 ദിവസത്തിനപ്പുറം മീനൊന്നും കൂട്ടി ഊണ് കഴിക്കാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല കേട്ടോ. അല്ലെങ്കിൽ അസ്വസ്ഥതയാണ്. ബബ്ലൂസിനെ ഞാൻ വരട്ടി, ഞാൻ പറഞ്ഞ ഫോറസ്റ്റിൽ കേറുവാണ്, ഇനി ഒന്നും കിട്ടത്തില്ല, അത് കാരണം ഇവിടുന്ന് തട്ടാൻ പറ്റിയ തട്ടിക്കോ എന്ന് പറഞ്ഞു. എന്താണ് കിട്ടുവാ ഇനി ഫോറസ്റ്റിന്റെ ഇപ്പൊ നമ്മള് വൻ കാട്ടിലേക്കാണ് കേറുന്നത്. ഇത് കഴിഞ്ഞ് പിന്നെ തമിഴ്നാട് ഓടി തീർന്നതിന് ശേഷം പിന്നെ കർണാടക വനമുണ്ട്, കർണാടക ഫോറസ്റ്റ് ഉണ്ട്. അതുവരെ വിശന്നിരിക്കണം. അതുകൂടാതെ കേരള ഫുഡ് കിട്ടത്തുമില്ല. അപ്പൊ എന്തായാലും ഇവിടെ വെച്ച് കഴിച്ചാൽ അടിപൊളിയായില്ലേ? അടിപൊളി, ഭയങ്കര ബുദ്ധിയാണ്. പിന്നെ നെയ്ച്ചോറും ബീഫൊക്കെ അടിപൊളി ടേസ്റ്റിലായിരുന്നു. അത് പറ തസ്മീർ. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഏകദേശം ഒരു കണ്ണൂർ സ്റ്റൈൽ ഉണ്ടായിരുന്നു അതിന്. ഇപ്പൊ നമ്മൾ എങ്ങനെയുണ്ട്, യാത്രയൊക്കെ എങ്ങനെയുണ്ട് ബബ്ലൂസേ? ഇപ്പൊ നമ്മള് മധുമലയിലേക്ക് കയറി. മധുമല ഫോറസ്റ്റ് അല്ലേ? മധുമല ഫോറസ്റ്റിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണ്. ഒരു 1.5 കാഴ്ചയാണ് ഈ കാണുന്നതെല്ലാം. പൊളിയാണ്. എന്ത് വന്നു നോക്കിയേ. പിന്നെ ഇടയ്ക്കൊക്കെ മഴ പെയ്തുകൊണ്ട് നമ്മളതേ ഇതുകൊണ്ട് ഒരു ചാക്കൊക്കെ വെച്ച് ഇതിന്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ലഗേജിന്റെ മുകളിൽ ചാക്ക് വെച്ചിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു കടയിലിരുന്ന ഒരു ഷീറ്റാ ഞാൻ ഇങ്ങോട്ട് നൈസായിട്ട് ഇങ്ങോട്ട് എടുത്ത് നമ്മുടെ വണ്ടിയുടെ ബാക്കിലങ്ങ് വെച്ചേച്ചു. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിന്റെ കവറൊന്നും എടുത്തില്ലായിരുന്നു. നമ്മൾ എടുക്കാൻ മറന്നുപോയല്ലേ. അതേ ഇത് കണ്ട, ഇതെന്തോ കാണുന്നതെന്ന് നോക്കിയേ. അയ്യോ, എന്തായാലും ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടാ. നിങ്ങളെല്ലാരും ഇത് കണ്ടറിയുക. അത്രക്ക് നല്ല മനോഹരമായ സ്ഥലങ്ങളാണ് അല്ലേ? ശരിക്കും നിങ്ങൾ പോണം കേട്ടാ. ഈ ഒരു സ്ഥലത്തോടെ യാത്ര ചെയ്യണം കേട്ടാ. അതെന്തുവാന്ന് എന്നാ മാത്രം ഞാനത് എത്ര വർണ്ണിച്ചാലും എന്തൊക്കെ ഇനി പുകഴ്ത്തി പറഞ്ഞാലോ എനിക്ക് നിങ്ങൾക്ക് അത് ആ ഒരു ഇത് മനസ്സിലാകണമെന്നില്ല. പക്ഷെ നിങ്ങൾ സ്വന്തമായിട്ട് പോയിട്ട് ഇത് കണ്ടു കഴിഞ്ഞേ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ. കാരണം 2 സ്റ്റേറ്റിന്റെ കാടാണ്. അതെ. അന്നേരം നമുക്ക് ഏകദേശം ഇഷ്ടപ്പെടുന്ന എല്ലാ ജീവികളും ഇതിന്റെ അകത്തുണ്ട് അല്ലെ? മൃഗങ്ങളെയൊക്കെ കാണാം കേട്ടോ. ഇപ്പൊ എല്ലാത്തിനെയൊന്നും കാണാനൊന്നും പറ്റത്തില്ല. അപ്പം ഏതൊക്കെ മൃഗങ്ങളാണെന്ന് നമ്മളിങ്ങനെ നോക്കി പതുക്കെ പോകുമ്പോഴത്തേക്കും മനസ്സിലാവും. എന്തായാലും ഇവിടെയെങ്കിലും വണ്ടി നിർത്താൻ പാടില്ല. അപ്പൊ ഇതുപോലെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ആസ്വദിച്ച് അങ്ങോട്ട് പോകാം. എനിക്ക് തോന്നുന്നു ബ്ലൂസ്, എന്റെ അറിവില് വേറെ ലോകത്തില് വേറെ എവിടെയെങ്കിലും ഇതേപോലെയൊക്കെ ഉണ്ടാന്ന് അറിയത്തില്ല. കാരണം ലൈവായിട്ട് നമുക്ക് മൃഗങ്ങളെ കണ്ട് നമുക്ക് യാത്ര ചെയ്യാം. അങ്ങനെ ഒരു ഹൈവേ റോഡ് ഇന്ത്യയിൽ വേറെ ഉണ്ടാന്ന് എനിക്ക് അറിയത്തില്ല. രാജ്യത്തിന് പുറത്തൊക്കെ ഉണ്ട്. ആണല്ലേ? പക്ഷെ കേരള അല്ലല്ലോ, സോറി, തമിഴ്നാടും ഇതേതാ സംസ്ഥാനം? കർണാടക, തമിഴ്നാട് സംസ്ഥാനം. അപ്പൊ ഈ 2 സംസ്ഥാനത്തിലും നമുക്ക് കാട്ടിൽ കൂടെ പോകുമ്പോ ഇതുപോലെ കുറെ മൃഗങ്ങളെ. ഇവിടെ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ, ഇടക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ട്. കാണുമ്പോ അറിയാം. നമ്മള് അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അറിയാലോ, ഫുള്ള് കയറി ഇന്നാണ് പോയത്. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എന്നാലും വലിയ ബുദ്ധിമുട്ടില്ല, എന്നാലും മഴയുണ്ട്. എനിക്കൊരു പ്രതീക്ഷയുണ്ട്, കാരണം ഇവിടുന്ന് അങ്ങോട്ട് വലിയ മഴ കാണത്തില്ല. എന്തായാലും മഴ ഇല്ലെങ്കിൽ കൊള്ളാം, നമുക്ക് ഒന്നും കൂടെ ഇത് ആസ്വദിക്കാൻ വേണ്ടി പറ്റും. എന്തായാലും നമുക്ക് വർണ്ണിച്ച് പോകാലോ ബ്ലൂസ്. അതെ. ആനത്തൊട്ടില് വല്ലതാണ് അത് അവിടെ? ചെറിയൊരു ആനത്തൊട്ടിലാണ്. അവിടെ എല്ലാരും വരുന്ന ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. കുറെ ആൾക്കാർ കാണാനൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഇവിടങ്ങളിൽ വണ്ടിയൊന്നും നിർത്താൻ പാടില്ല കേട്ടോ. പക്ഷെ അങ്ങോട്ടൊക്കെ പോയി ആനത്തൊട്ടിലൊക്കെ പോയി വണ്ടി നിർത്താം. എനിക്കറിയത്തില്ല, ഇത് വണ്ടി നിർത്താൻ സ്പേസ് ഉള്ള സ്ഥലം റോഡിലല്ല, അത് ഉള്ളിലോട്ട് കേറിയാണ്. പിന്നെ ട്രക്കിംഗ് ഒക്കെ ഇല്ലേ? ട്രക്കിംഗ് ഒക്കെ ഉണ്ട്. 2 ഇതിലും ഉണ്ട്. കർണാടകയുടെ ഇതിലും ഉണ്ട്, തമിഴ്നാട്ടിന്റെ ഇതിലും ഉണ്ട് ട്രക്കിംഗ്. ശരി, നിങ്ങൾക്ക് ഓൺലൈൻ വഴിയാന്ന് തോന്നുന്നു. ഗവൺമെന്റ് സൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയത്തില്ല. സെർച്ച് ചെയ്ത് നോക്കുക. അപ്പൊ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ പറയുന്ന സ്പോട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർ ഈ കാടിന്റെ ഉള്ളിൽ കൂടെ കൊണ്ടുപോയിട്ട് ഇഷ്ടം പോലെ മാൻകുട്ടികളെ കണ്ട. മാൻകുട്ടികളെ, അയ്യോ ഇത് കണ്ട നല്ല രസമുണ്ടല്ലോ. നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് സന്ധ്യ ആയിപ്പോണ്ടേ കുറെ ഭാഗങ്ങളിൽ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു. ആകെ ടെൻഷനായിരുന്നു. എന്തായാലും ഇപ്പൊ മസനഗുഡിയിലാണ് ഏറ്റവും കൂടുതൽ കാണാനുള്ളത് കേട്ടോ. പക്ഷെ ഇങ്ങോട്ട് ഇതിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇനിയിപ്പോ ഓരോന്നൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഉച്ച സമയമായിട്ട് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, നല്ല പ്രതീക്ഷയുണ്ട്. അപ്പൊ ഇനി ഇതിലാണ് നമ്മള് കയറിപ്പോയത്. ഇതിലെ റൈറ്റ് പോകുമ്പോഴാണ് മസനഗുഡി. ആണല്ലേ? ഇതിലെ റൈറ്റ് പോകുമ്പോഴാണ് മസനഗുഡി. ഇവിടെ നമ്മൾ ലെഫ്റ്റ് പോകുമ്പോൾ പിന്നെ ബാംഗ്ലൂരേക്കുള്ള റോഡാണ്. ബാംഗ്ലൂരേക്കുള്ള മറ്റേ ബന്ദിപ്പൂര്. അതാണ് നമ്മൾ ഇതേ ലെഫ്റ്റ് എടുക്കുവാണ്, റൈറ്റ് പോകുന്നില്ല. കണ്ടോ? അവിടെയൊക്കെ നിറയെ ആൾക്കാർ ടൂറിസ്റ്റ് പ്ലേസ് ആണോ? ടൂറിസ്റ്റ് പ്ലേസ് ആണ് അവിടെ ആൾക്കാർ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു അവിടെ വല്ലതും വന്നിട്ട് എവിടെയെങ്കിലും വന്നിട്ടാ തോന്നുന്നു മറ്റേ ട്രക്കിങ്ങിനൊക്കെ കൊണ്ടുപോകുന്നത് അല്ലേ? അല്ല, ഇപ്പൊ നമ്മൾ തിരിഞ്ഞ സ്ഥലം മനസ്സിലായില്ല. മസനഗുഡി റൂട്ട് 36 ഹെയർ പിൻ ബെൻഡ് കയറി പോകുന്ന റോഡ്. ഇത് നേരെ നമ്മൾ ലെഫ്റ്റ്, നമ്മളിപ്പം പിടിച്ചേക്കുന്നത് നേരെ ബാംഗ്ലൂർ റോഡ്. അപ്പൊ മസനഗുഡിയിലേക്ക് പോകാനായിരിക്കും ആൾക്കാർ അവിടെ നിന്ന്. അതെ. ഇവിടെയൊക്കെ ഇനി വൻ കാടാണ്. ഇനി ശരിക്കും
ഒരുപാട് മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. നല്ല രസങ്ങളല്ലേ ഇത് കണ്ടിട്ട്. ടൂറിസ്റ്റ് ബസ്സൊക്കെ കിടക്കുന്ന കണ്ടില്ലേ? അതിന്റെ ഉള്ളിൽ മാത്രം ഓടിക്കാൻ വേണ്ടിയുള്ള വണ്ടികളാണ്. ടൂറിസ്റ്റ് ബസ്സിലൊക്കെ നിറയെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. വന്നിട്ട് ഇവര് ഇവിടുന്ന് ട്രക്കിങ്ങിന് പോവുകയാണ് കേട്ടോ. എന്തായാലും ഞങ്ങൾ ഇതുവരെയായിട്ടും ആ ഒരു ട്രക്കിങ്ങിന് പോയിട്ടില്ല. ആ ഒരു അനുഭവം നമുക്കില്ല. എന്തായാലും പല വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്തായാലും അങ്ങനെ ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അയ്യോ ഇത് നോക്കിയേ, രണ്ട് സൈഡിലായിട്ട് നിങ്ങൾ നോക്കിയേ. എന്താ അടിപൊളി. അയ്യോ ഒരു രക്ഷയില്ല കേട്ടോ. സ്വപ്നത്തിലൊക്കെ പണ്ട് കണ്ടിട്ടുണ്ട്. അതുപോലെയൊക്കെ നമ്മളിങ്ങനെ നമ്മളിങ്ങനെ പോകുന്നല്ലേ. ശരിക്കും നിങ്ങൾ ഇത് കാണണം കേട്ടോ. ഈ കാണേണ്ട ഒരു കാഴ്ച മിസ് ചെയ്യരുത് കേട്ടോ. അത്രയ്ക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ചെയ്യരുത് കേട്ടോ. അതുകൂടാതെ നിങ്ങൾ നേരിട്ട് പോയി കാണണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. വീഡിയോയിൽ കണ്ടാലും നിങ്ങൾക്ക് എത്രയൊന്നും മനസ്സിലാകാൻ പറ്റത്തില്ല, ഇത് ആസ്വദിക്കാനും പറ്റത്തില്ല കൂടുതലായിട്ട്. പക്ഷെ നേരിട്ടാകുമ്പം അയ്യോ ഇത് കണ്ടില്ലേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. കാരണം അതിന്റെ ഉള്ളിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള കുളിർമയാണ്. നമ്മുടെ മനസ്സ് നല്ല രീതിയിൽ റിലാക്സ് ആവും. എല്ലാം കൊണ്ട് തണുപ്പുണ്ട്, ട്രീറ്റ്മെന്റ് തന്നെയാണെന്ന് പറയട്ടെ അല്ലേ. നല്ല ഒരു ഇളം ചൂടും ആ തണുപ്പും കൂടെ നല്ല ഒരു അടിപൊളി ക്ലൈമറ്റ് ആണ്. ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഇതുപോലെ കാടിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, എത്ര നമ്മൾ ഇനി പറഞ്ഞാലും നമുക്ക് കിട്ടത്തില്ല, എവിടെ പോയാലും കിട്ടത്തില്ല. അതാണ്. ഇത് കണ്ടില്ലേ, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് കൊതി വരുന്നുണ്ടാ. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കമന്റ് ഒക്കെ ചെയ്യണം കേട്ടോ. എങ്കിലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ ഇല്ലെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റത്തുള്ളൂ. എന്ത് നല്ല വീഡിയോ ഒക്കെയാണ് നമ്മൾ പിടിച്ചിട്ട് തരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി. എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ പിടിക്കുന്നത്. എല്ലാരും നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിന് മുന്നോട്ട് ഇതൊക്കെ എടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരത്തുള്ളൂ. അതുകൊണ്ട് മിക്കവരും കമന്റ് ഇടാൻ ബുദ്ധിമുട്ടാണ്. എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. എന്റെ പൊന്നോ, ഇത് എന്തുവാണ്? ഇനി ഏത് സമയത്ത് ഏത് മൃഗങ്ങളാണ് ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ വരുന്നതെന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റത്തില്ല കേട്ടാ. നമുക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കിയിരിക്കുവാണ്, ഏതാണ് വരുന്നത് കാണാൻ വേണ്ടിയേ. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അങ്ങനെ കാണാൻ വേണ്ടി പറ്റത്തുമില്ല. എന്തായാലും കുറേ മാനുകളെയാണ് കണ്ടത്. അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എന്ത് സന്തോഷമാണെന്നറിയാം. പക്ഷെ വണ്ടിയൊന്നും നിർത്താൻ പറ്റത്തില്ല. ഇങ്ങനെ വണ്ടിയൊക്കെ സ്ലോ ചെയ്തതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് പോകും. ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് ഉണ്ട് ബബ്ലൂസേ. എന്താണെന്നറിയാമോ, നമ്മുടെ ഈ ട്രിപ്പ് മൊത്തം കൂടുതലും നമ്മൾ ഓടിയേക്കുന്നത് കാട്ടിക്കൂടെ ആണല്ലേ. അങ്ങനെ ഒരു യാത്ര അപൂർവമായിട്ടേ ഉള്ളു. നമ്മള് ഏറ്റവും കൂടുതൽ ബബ്ലൂസ് നമ്മള് ഊട്ടിയിലേക്ക് പോയത് കാട്. അവിടുന്ന് മറ്റേ എവിടുന്ന് നമ്മള് മലപ്പുറം കഴിഞ്ഞിട്ട് പിന്നെ മൊത്തം ഫോറസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മള് തിരിച്ചു പോകുന്ന വീരപ്പന്റെ കാട്ടിക്കൂടെ ആണല്ലേ. അന്നേരം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അന്നേരം നമ്മള് ഈ ട്രിപ്പ് മൊത്തം നമ്മള് ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെ അല്ലേ യാത്ര. അതെ. അയ്യോ അതൊരു വല്ലാത്ത അനുഭൂതി തന്നെയാണ് കേട്ടാ. അനുഭവമാണ്, അനുഭൂതിയാണ്. ഇത് കണ്ടില്ലേ, ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോ ആനയൊക്കെ കണ്ടായിരുന്നു കേട്ടോ. തൊട്ടടുത്ത് കണ്ടായിരുന്നു കാട്ടാനയെ. അതുപോലെ തന്നെ പിന്നെ മയിലുകളെയൊക്കെ കണ്ട്. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇടയ്ക്കൊക്കെ കാണുന്നുണ്ട് മയിലൊക്കെ കേട്ടോ. ഇനിയിപ്പം പിന്നെ മാനയാണ് ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നത്. ഇത്രയും മാനുകൾ ഇങ്ങനെ അടുത്ത് ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടാ. എന്നെ ഒരു ഭംഗിയാണെന്നറിയാമോ, കാണാനും മാത്രമുണ്ട്. എന്തായാലും കൊള്ളാം, നല്ല ഒരു യാത്രയായിരുന്നു കേട്ടാ. ഞാൻ എപ്പോഴും പറയും, എനിക്ക് ഈ പല സ്ഥലത്ത് ട്രാവൽ പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആസ്വദിച്ച ഒരു യാത്രയാണ് ഇതെന്ന്. കാരണം ഈ മസിനഗുഡിയും ഈ കാട്ടിക്കൂടെയുള്ള ഈ ഒരു യാത്ര കേട്ടാ, അല്ലാതെ ഒരു സ്ഥലത്ത് പോയതല്ല അത്. എന്റെ പൊന്നോ, ഒരിക്കലും ഞാൻ വാക്കുകളില്ല പറയാൻ. സാറിന് എത്ര വർണ്ണിച്ചാലും മതിയാകത്തില്ല ശരിക്കും. ജീവിതത്തില് ഇതൊക്കെ ഒരു എന്നും നമ്മൾ ഇത് സൂക്ഷിച്ചു വെക്കും ജീവിതത്തില്, ഈ ഒരു യാത്ര, ഈ ഒരു അനുഭവങ്ങളും. ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു യാത്രയായിരുന്നു അല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും മറന്നു പോത്തില്ല. അതാണ് ഈ ഒരു യാത്രയുടെ പ്രത്യേകത കേട്ടോ. എന്തായാലും നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുള്ളവരാണെങ്കിൽ, ഇപ്പം പഴയകാലമൊന്നുമില്ല, എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ പോകാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നവരാണ്. ഉറപ്പായിട്ട് നിങ്ങൾ മസനഗുഡിയും ഒക്കെ ഒന്ന് വരണം കേട്ടാ. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ നമ്മുടെ FC ബൈക്കില് യാത്ര ചെയ്ത് ഇത്രയും ലോങ് ഒക്കെ ഈ യാത്ര ചെയ്ത് നമ്മൾ മാത്രമേ കാണത്തുള്ളൂ എന്ന് തോന്നുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമന്റ്. പക്ഷെ കാണാൻ എനിക്കറിയത്തില്ല, കപ്പിൾസ് റൈഡ് കുറവാണെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല, മലയാളി കപ്പിൾസ് അല്ലാത്ത ആരെങ്കിലും ഒക്കെ പോയി കാണും. ഇതേപോലെ കമന്റ് ഇട്ടിട്ടുണ്ട്, യമഹ FC-യിൽ ഞങ്ങൾ പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. എന്തായാലും ഇത്രയും വർഷമുള്ള പഴക്കമുള്ള വണ്ടിയാണെന്ന് അറിയത്തില്ല കേട്ടാ. ഇതിന് ഏകദേശം ഒരു 13 വർഷമാണ്. 14 വർഷം എങ്കിലും ആകാറായിട്ടുള്ള വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു ഓരോ വർഷം കൂടുന്തോറും വണ്ടി നല്ല ഇതായി വരുവാണെന്ന് തോന്നുന്നു അല്ലേ. അതെ, വണ്ടി ഒന്നും കൂടെ വണ്ടിക്ക് എന്തോ ഒരു ഫാൻസാന്ന് അറിയാവാ. അതെ. ഇപ്പൊ നമ്മൾ എങ്ങോട്ടാണ് കയറുന്നതെന്ന് അറിയാവോ? കർണാടകയിലേക്കാണെന്ന് തോന്നുന്നു.
കർണാടക ആണോ കർണാടക? ഉം. ഇപ്പൊ നമ്മൾ തമിഴ്നാട് കഴിഞ്ഞാ? നമ്മള് കർണാടകയിലേക്ക് കയറാൻ പോകുന്നു. ആ അപ്പൊ തമിഴ്നാട് കഴിഞ്ഞാന്ന്. തമിഴ്നാട് ഫോറസ്റ്റ് ഏതാണ്ടൊക്കെ തീരാറായി. ആണല്ലേ? ഇത് രണ്ടും ഒന്നിച്ചുള്ളതാണ്. തമിഴ്നാട് ഫോറസ്റ്റും കർണാടക ഫോറസ്റ്റും കൂടെ ഒന്നിച്ചുള്ള. അപ്പൊ നമ്മൾ ഒരു സംസ്ഥാനം, തമിഴ്നാട് എന്ന് പറഞ്ഞ സംസ്ഥാനം കഴിഞ്ഞ് ഇനി നമ്മൾ കർണാടക എന്ന് പറഞ്ഞ സംസ്ഥാനത്തേക്കാണ് പോകുന്നത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മൃഗങ്ങളുള്ള ഉള്ളത് ഈ കർണാടകയിലാണ്. ആണല്ലേ? ചിലയിടത്തൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോകുമ്പോ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ശ്രദ്ധിക്കാന്ന് പറഞ്ഞേ, മരത്തിലിരിക്കുന്നു, അതുപോലെ നടന്നു വരും. ഈ യാത്രയൊക്കെ ഉണ്ടല്ലോ പ്രത്യേക അനുഭൂതിയാണ് പക്ഷേ. കാരണം നമ്മളൊരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക്, അത് നമ്മൾ വനത്തിൽ കൂടെ അല്ലെ, കാട്ടിക്കൂടെയുള്ള ഒരു യാത്ര. പണ്ടത്തെ കാലത്ത് 100-200 വർഷത്തിന് മുമ്പുള്ള ഈ യാത്രയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഇപ്പോഴുള്ള കാലത്തൊക്കെ അന്നേരം ഈ വഴിയുണ്ട്, റോഡുണ്ടോ? റോഡൊന്നും കാണത്തില്ല. കാളവണ്ടിയൊക്കെ ഇരിക്കും ഈ സ്ഥാനത്തൊക്കെ പോയി ഈ വാഹനങ്ങൾക്ക് പോരാ അന്നൊന്നും. അന്നേരം റോഡുണ്ടാവും. ഇതുപോലെ റോഡില്ല, ഇതുപോലെ വഴിയായിട്ടായിരിക്കും. എന്താ ശരിക്കും പറഞ്ഞ് നമുക്ക് ഓരോ കാര്യമൊക്കെ ചിന്തിക്കുമ്പോഴത്തേക്ക് അതിശയം തോന്നും അല്ലെ? പഴയ കാലഘട്ടവും ഇപ്പോഴത്തെ കാലഘട്ടവും ഇപ്പൊ വരുന്ന ഓരോ വികസനങ്ങള്, എന്തോരം മാറ്റങ്ങളാണ് ഈ ലോകത്ത് തന്നെ സംഭവിച്ചേക്കുന്നത്. കാലത്ത് ഒരുപാട് മൃഗങ്ങളൊക്കെ കാണുമായിരുന്നു. ശരി. ഇപ്പൊ പിന്നെ കൂടുതലും ഈ ജനവാസ മേഖലയിലേക്ക് മൃഗങ്ങളൊന്നും വരത്തില്ല. ഇപ്പൊ പോലീസുകാർ എന്ത് നീറ്റാണെന്നുണ്ട് കണ്ടോ? നമ്മളെ ബൈക്ക് കണ്ടപ്പം അവര് നേരെ കയറ്റി വിട്ടു പോയിക്കോളാം. കേരള ഒരു ബൈക്ക് വെറുതെ അവിടെ അത്ര നേരം ഫോറസ്റ്റ് ആണ്ടല്ലോ, അന്നേരം അവര് കണ്ടപ്പോ തന്നെ കയറ്റി വിട്ടു. അന്തറിഞ്ഞ് ചെയ്യുന്ന പുരുഷന്മാരെ വേണം വേണ്ടത് അല്ലെ? ചിലര് പറയും ഇവർക്കിട്ട് മനപ്പുറം പണികൾ കുറച്ചു നേരം നിക്കട്ടെ എന്ന് പറഞ്ഞ ഒരു കാര്യമില്ല, ചുമ്മാങ്കിലും പിടിച്ച് നമ്മളെ ഇങ്ങനെ നിർത്തും. എന്തായാലും ഇതേതായാലും സമ്മതിക്കണം കേട്ടോ. അത്ര നല്ലൊരു ഉദ്ദേശമാണ്. നമ്മള് ബിഗ് സല്യൂട്ടാണ്. അങ്ങനെയുള്ളവരെ വേണം നമുക്ക്. എന്തായാലും അടിപൊളിയാണ്. ഇത് കണ്ടില്ലേ? അയ്യോ, എന്തായാലും ഇതോടെ തീരുമ്പോഴത്തേക്ക് ഫോറസ്റ്റ് ആണല്ലേ? നമ്മള് എന്തായാലും ഫോറസ്റ്റ്, 2 സംസ്ഥാനത്തെ ഫോറസ്റ്റ് കണ്ടു തീർന്നിട്ട് നമ്മൾ ഈ വീഡിയോ നിർത്തത്തുള്ളൂ കേട്ടോ. മയിലൊക്കെ ഇരിക്കുന്ന കേട്ടാ. ഇതൊക്കെ കാണുമ്പോ ഒരു സന്തോഷമല്ലേ? നമ്മുടെ മനസ്സിന് ഒരു കുളിർമ കിട്ടുന്ന ഒരു കാഴ്ചയാണ്. ഇവരൊക്കെ അടുത്ത് കാണാൻ പറ്റും. അതെ, നമ്മള് റിസ്ക് എടുത്ത് യാത്ര തന്നെ ചെയ്യണം. നമ്മള് അതെ, ഇങ്ങനെ നമുക്ക് ഈ ഒരു അനുഭവം കിട്ടും. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പല പല കാഴ്ചകളൊക്കെ കാണാനും, പല സംസ്ഥാനത്ത് പോകാനും, പല ഫുഡുകൾ കഴിക്കാനും, ഓരോ ആ സംസ്ഥാനത്തെ പറ്റി അറിയാനൊക്കെ കഴിയത്തുള്ളൂ. തീർന്നല്ലേ? നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.